എന്താ നിന്റെ മോന്ത ഇങ്ങനെ വല്ലാതിരിക്കുന്നത്? ഓ അതൊന്നുമില്ലടാ. എന്തോ ഉണ്ടല്ലോ, നീ കാര്യം പറ. അതൊരു ഓഫീസ് ടെൻഷനാണ്. അതായത് എല്ലാ മാസവും ടോപ്പ് പെർഫോമറായിട്ടുള്ള നിനക്ക് ഓഫീസ് ടെൻഷൻ. എൻ്റെ പൊന്നു മോനെ, ഇങ്ങനെ കള്ളത്തരം പറയാതെ എന്നോട് സത്യം എന്നാന്ന് വെച്ചാൽ പറ. എന്നെക്കൊണ്ട് പറ്റുന്നതാണ് ഞാൻ സോൾവ് ചെയ്ത് തരാം. എടാ, അത് എൻ്റെ ഓഫീസ് കൊളീഗില്ലേ രാഹുൽ, അവന് ഞാനുമായിട്ട് പഴയ ഒരു ബോണ്ടിങ് ഇല്ല. അതായത് ഒരു വല്ലാത്തൊരു മിസ്സിങ്. നിർത്ത്. രാഹുലോ അതോ നീ എപ്പോഴും പറയാറുള്ളൊരു പെങ്കൊച്ചില്ലേ, ആ പെങ്കൊച്ചിൻ്റെ കാര്യമാണോ നീ പറയുന്നത്? സത്യം പറ, യൂണിവേഴ്സൽ റൂളാണ്. ഒരാൺ ഇത്രയും ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്നെങ്കിൽ അതിൻ്റെ കാരണം ഒരാണാവില്ല, ഒരു പെണ്ണ് തന്നെയാവും. അതുകൊണ്ട് പറഞ്ഞേക്ക് സത്യം എന്നാന്ന് വെച്ചാൽ. അതായത് എൻ്റെ അടുത്തൊന്നും മറയ്ക്കാൻ പറ്റത്തില്ലല്ലോ, കാഞ്ഞ ബുദ്ധിയാണ് നിനക്ക്. അത് രാഹുലല്ല, രാജലക്ഷ്മി എന്നുള്ള പേര്. നീ പറ, ഫസ്റ്റ് ഇൻസിഡൻറ്റ് എന്താ? ഫസ്റ്റ് ഇൻസിഡൻറ്റ്, അവൾക്ക് ബർത്ത്ഡേക്ക് സർപ്രൈസ് കൊടുക്കാനായിട്ട് അവളുടെ ഫ്ലാറ്റിൽ പോയി. അവളെ വിളിച്ചു. ഫോൺ അടിക്കുന്ന ശബ്ദം എനിക്ക് കേൾക്കായിരുന്നു. പക്ഷേ അവൾ ഫോണിന് റെസ്പോണ്ട് ചെയ്തില്ല. അവൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു അവൾ അവിടെ ഇല്ലെന്ന് പറഞ്ഞു. പക്ഷേ അവളുടെ ഫോൺ അടിക്കുന്ന ശബ്ദം എനിക്ക് കേൾക്കായിരുന്നു. ആ ഒരു അവോയ്ഡൻസ് ആയിരുന്നു ആദ്യത്തെ എക്സ്പീരിയൻസ്. ഇൻസിഡൻറ്റേ ഉള്ളോ? അത് വെറുതെ. അല്ലടാ, എനിക്ക് പ്രൊമോഷൻ കിട്ടിയില്ലായിരുന്നു. ആ പ്രൊമോഷൻ കിട്ടിയപ്പോൾ ഓഫീസിലുള്ള എല്ലാവരും എന്നോട് കൺഗ്രാജുലേഷൻസ് പറഞ്ഞു. എല്ലാവരും ഓടി നടന്നിങ്ങനെ വന്ന് കൺഗ്രാജുലേഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ഇവള് മാത്രം എന്നോടൊന്നും മിണ്ടില്ല. വെയിറ്റ്. ഈ പെങ്കൊച്ചിന് പ്രൊമോഷൻ കിട്ടിയപ്പോഴല്ലേ നീ പോയിട്ട് ആ ഒരു പാർട്ടി നടത്തിയത്? അതേ പെങ്കൊച്ചാനാണ് ഈ പെങ്കൊച്ച്. ആടാ, അതെ. ഈ അവസരത്തിൽ ഈ ഒരു ഡയലോഗ് പറയാൻ പാടില്ലാത്തതാ, പക്ഷെ നീ എന്നോട് ചെയ്ത് വെച്ച് എനിക്ക് പറയാൻ തോന്നുന്നു. ജോജു ജോർജിൻ്റെ ഡയലോഗാണ്. ഇത്രയും മണ്ടത്തരം പറ്റാൻ താങ്കൾ എന്താ പൊട്ടനായിരുന്നു? പൊട്ടൻ ചത്തിരിക്കുന്ന ശവത്തെ കുത്തില്ലേ. ഡേ നീ നേരത്തെ മനസ്സിലാക്കേണ്ടതായിരുന്നു. ഇത്രയും ഹിൻസ് കിട്ടിയിട്ടും നീ ആ പെങ്കൊച്ചിന് ഒരു കപ്പല്ല, ഡിസ്പോസബിൾ കപ്പാണ്. അതായത് ഇപ്പം കപ്പെന്ന് പറയുമ്പോഴത്തേക്ക് 400 രൂപ വിലയുള്ള കപ്പുണ്ട്. അതുപോലെ തന്നെ ഗ്ലാസ് ഉണ്ട്, കുറച്ചും കൂടെ വില കുറഞ്ഞ്. അതിൻ്റെയും താഴെയുള്ളതാണ് ഡിസ്പോസബിൾ ഗ്ലാസ്. അതായത് ഇപ്പം ആ ഒരു പ്ലാസ്റ്റിക് ഗ്ലാസ്സിൽ ഇങ്ങനെ നമ്മൾ യൂസ് ആൻഡ് ത്രോ, അതുപോലൊരു സംഭവം തന്നെയാണ് നീ ആ പെങ്കൊച്ചിൻ്റെ ലൈഫിൽ. ആ പെങ്കൊച്ചിൻ്റെ ലൈഫിൽ ഇതുപോലെ തന്നെ ഒരു കപ്പ് കാണും, നല്ല വിലയുള്ള, ആ പെങ്കൊച്ച് പൊന്നുപോലെ സൂക്ഷിക്കുന്ന, നല്ല പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു കൈൻഡ് ഓഫ് കപ്പ് കാണും. ആ ഒരു കപ്പിനായിരിക്കും ആ ഒരു പെങ്കൊച്ചിൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി. പക്ഷേ ആ ഒരു കപ്പിന് ഈ ഒരു പെങ്കൊച്ചിനെ വലിയ വില കാണില്ല. പ്രയോറിറ്റി കൂടുന്നതനുസരിച്ച് അവൈലബിലിറ്റി ഇല്ലാതാവും. പക്ഷേ ആ ഒരു പെങ്കൊച്ച് ആ ഒരു കപ്പിന് എഫേർട്ട് ഇടുന്ന ഒരിക്കലും നിർത്തില്ല. അതാണ് എൻ്റെ സൈക്കോളജി. അപ്പം ഗ്ലാസ്സോ? എടാ, ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഗ്ലാസ് എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ കാണും. പക്ഷേ ഇവർ തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായാൽ തന്നെ ആ ഒരു ഫ്രണ്ട്ഷിപ്പാണെങ്കിൽ, റിലേഷൻഷിപ്പാണെങ്കിൽ അത് അവിടെ ബ്രേക്ക് ആവും, ഗ്ലാസ് പൊട്ടുന്ന പോലെ. ഇപ്പം ആ പെങ്കൊച്ചിന് ഡിസ്പോസബിൾ ഗ്ലാസ് ആണ്. നീ വലിയ വാല്യൂ ഉണ്ടാവില്ല, എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ മാത്രം നിന്നെ സമീപിക്കും, നീ അത് ചെയ്തു കൊടുക്കുമെന്ന് ആ പെങ്കൊച്ചിനറിയാം. അപ്പം ഇപ്പം എന്താ ചെയ്യണമെന്ന് നീ പറയുന്നത്? നിനക്കെന്തായാലും ഒരു കപ്പാവാൻ പറ്റില്ല. ഗ്ലാസ് ആവുന്ന കാര്യം നീ ആലോചിക്കാൻ വേണ്ട. ആ പെങ്കൊച്ചിനെ പാട്ടിന് വിട്ടേക്ക്, അതായിരിക്കും നല്ലത്. അപ്പം തിരിച്ചു വരുമോ? വരാൻ ചാൻസ് ഒന്നുമില്ല. അപ്പം തിരിച്ചു വരത്തില്ല, പിന്നെ എന്തിനാ നമ്മളിതൊക്കെ ചെയ്യുന്നത്? നാണമില്ലേ പുറകെ പോവാം, അതെനിക്ക് പറയാനുള്ളത്. ഈ കാര്യത്തിൽ നാണമൊന്നും നോക്കിയിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ടല്ലേ കാര്യമുള്ളൂ. ആട്ടെ, ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം?